ഹലോ വെൽക്കം ടു മൈ ചാനൽ സംടൈംസ് സിംപ്ലി കുക്കിംഗ്. ഇന്ന് നമുക്ക് 2 ഹെൽത്തി ആയ ടീ ഉണ്ടാക്കിയാലോ. കൂടാതെ ഈ 2 ടീയുടെയും ആരോഗ്യ ഗുണങ്ങൾ കൂടി നമുക്ക് ഒന്നറിയാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ബ്ലൂ ടീ ഉണ്ടാക്കാൻ പോകുന്നത് ശംഖുപുഷ്പം വെച്ചിട്ടാണ്. ശംഖുപുഷ്പം പൊതുവെ 2 കളറിലാണ് കാണപ്പെടാറ്. ഒന്ന് വെള്ളയും ഒന്ന് നീലയും. ഇതിൽ നീലയാണ് ഏറ്റവും ആരോഗ്യ ഗുണമുള്ളത്. ഇതിൻ്റെ പൂവിന് മാത്രമല്ല ഇലക്കും കായ്ക്കും അതിൻ്റെ വേരിനും എല്ലാം തന്നെ നല്ല ആരോഗ്യ ഗുണങ്ങളുണ്ട്. ശംഖുപുഷ്പം വാർദ്ധക്യം തടയുവാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ നമ്മുടെ ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ നീക്കം ചെയ്യുവാനും ഉപയോഗിക്കാം. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വളരെ അധികമുണ്ട്. അതുകൊണ്ട് തന്നെ മുടിക്കും ശരീരത്തിനും തിളക്കം കൂടുവാനും നമുക്ക് ശംഖുപുഷ്പം ഉപയോഗിക്കാവുന്നതാണ്. നമ്മളെ ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കുവാനും BP പേഷ്യൻസിനും ഷുഗർ പേഷ്യൻസിനും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഈ ബ്ലൂ ടീ. ശംഖുപുഷ്പം ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതുപോലെ ഉണക്കിയിട്ടാണ് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഉണക്കി സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ ടീ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ശംഖുപുഷ്പം ഒരു 4-5 എണ്ണം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് തിളച്ച വെള്ളം തന്നെ ആയിരിക്കണം. നല്ലപോലെ തിളച്ച വെള്ളം ആ ചൂടോടുകൂടി തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിന് ശേഷം തന്നെ നമുക്ക് അതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി വരുന്നത് കാണാം. ഞാനിപ്പോൾ വെള്ളം ഇച്ചിരി ആറിയിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കളറ് വരുന്നത് കാണാത്തത്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ് നമുക്ക് വെള്ളത്തിലേക്ക് അലിഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇതുപോലെ ഇപ്പോൾ ഇതാ നല്ലതുപോലെ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബ്ലൂ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശംഖുപുഷ്പം കൊണ്ട് ഉണ്ടാക്കിയ നല്ല അടിപൊളി ഒരു ബ്ലൂ ടീ. നമുക്കിനി റെഡ് ടീ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. നമ്മുടെ നാടൻ ചെമ്പരത്തി വെച്ചിട്ടാണ് റെഡ് ടീ ഉണ്ടാക്കേണ്ടത്. നമ്മൾ നേരത്തെ ബ്ലൂ ടീൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ റെഡ് ടീക്കും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നു. മോശം കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുന്നു. കൂടാതെ കരൾ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും. ഇതുമാത്രമല്ല നമ്മുടെ ശരീരഭാരം കുറയ്ക്കുവാനായിട്ട് നമുക്ക് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാം. ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഉത്തമമായ മോർണിംഗ് ഡ്രിങ്കാണ് നമ്മുടെ റെഡ് ടീ. ഇനി നമുക്ക് റെഡ് ടീ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാൻ 2 ചെമ്പരത്തിയാണ് എടുത്തേക്കുന്നത്. അതൊരു ഗ്ലാസ്സിലോട്ട് ഇതുപോലെ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇതളുകൾ മാത്രമായിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നല്ലതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് നമ്മൾ നേരത്തെ ശംഖുപുഷ്പത്തിന് ചെയ്ത പോലെ തന്നെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ശേഷം അതിൻ്റെ കളറൊക്കെ ഇതുപോലെ ഇറങ്ങി വന്നതായിട്ട് കാണാം. പക്ഷേ ഇത് നല്ല റെഡ് ആയിരിക്കില്ല. ഈ റെഡ് കളർ കിട്ടാനായിട്ട് നമ്മൾ അതിലേക്ക് അല്പം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇത് നോക്കിക്കേ, ഞാൻ ചെറുനാരങ്ങ നീര് ഒഴിച്ച അപ്പം തന്നെ അതിൻ്റെ കളറ് നല്ല റെഡായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ റെഡ് ടീ ഉണ്ടാക്കുക. മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ച് കുടിക്കുന്നത് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയല്ലേ. ഇതിൽ വൈറ്റമിൻ സി വളരെ അധികം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റുകളും നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് പണ്ട് കാലം മുതൽ ഉപയോഗിച്ചു പോരുന്ന ഒന്നാണ് ചെമ്പരത്തി. ചെമ്പരത്തി താളി തേച്ചിട്ടും ചെമ്പരത്തി വെളിച്ചെണ്ണ കാച്ചിയിട്ടും അങ്ങനെ പല രീതിയിൽ നമ്മൾ പണ്ട് കാലത്തെ ഉപയോഗിച്ചു പോരുന്നുണ്ട്. ഇപ്പം മാർക്കറ്റിലൊക്കെ ഇതുപോലെ ഉണക്കിയ ചെമ്പരത്തി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ടല്ലേ നമുക്കും ഇതുപോലെ ഉണക്കി സൂക്ഷിക്കാവുന്നതാണ്. റെഡ് ടീയുടെയും ബ്ലൂ ടീയുടെയും ആരോഗ്യ ഗുണങ്ങളൊക്കെ മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് അറിയിക്കുവാനും മറക്കരുത്.